ഫാക്ട് ടൗൺഷിപ്പിൽ നടക്കുന്ന സ്മൃതിപർവം എന്ന മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ അനിത, 1992 10A ബാച്ചിലെ വിദ്യാർത്ഥിനിയാണ്. നാം ചേർന്ന് നടത്തുന്ന നമ്മുടെ ഈ പരിപാടിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേരുക, അതും കൂട്ടുകാരൊന്നിച്ച് എത്തിച്ചേരുക എന്ന നമ്മുടെ ആഗ്രഹമാണ് ഇന്നിവിടെ സാധ്യമായിരിക്കുന്നത്. അതും നമുക്ക് ഏവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യരായ നമ്മുടെ അധ്യാപകരും അതുപോലെ തന്നെ എന്നും നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ അനധ്യാപകരുടെയും സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് ഫാക്ട് എന്ന മഹത്തായ സ്ഥാപനത്തെ വളർത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച ശ്രീ MKK നായർ സാറിനെ സ്മരിച്ചുകൊണ്ടാവണം. അതിനായി ടൗൺഷിപ്പിൽ സ്ഥാപിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ അല്പം മുമ്പ് അലുമിനി അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അദൃശ്യ സാന്നിധ്യവും അനുഗ്രഹവും നമുക്കൊപ്പമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ അസംബ്ലി നമുക്ക് ആരംഭിക്കാം. അതുപോലെ തന്നെ നമുക്കിടയിൽ നിന്നും അധ്യാപകർക്കിടയിൽ നിന്നുമെല്ലാം നമ്മെ വിട്ടകന്ന് ഈശ്വരപാദം പൂകിയ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ സ്മരിച്ചുകൊള്ളുന്നു. അവരുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ അല്പനേരം മൗനമായി പ്രാർത്ഥിക്കാം. എല്ലാവരും ഇരിക്കാവുന്നതാണ്. സ്കൂളിൽ ഫസ്റ്റ് ബെൽ, സെക്കൻഡ് ബെൽ എല്ലാം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അസംബ്ലി തുടങ്ങാറായി എന്നത്. അങ്ങനെ തേർഡ് ബെല്ലോടുകൂടി അസംബ്ലി ആരംഭിക്കുമായിരുന്നു. അതുപോലെ ഒരു തേർഡ് ബെൽ മുഴങ്ങി കേട്ടുകൊണ്ടാണ് നമ്മളെല്ലാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. പഴയ പോലെ സ്കൂൾ ഗീതവും പ്രതിജ്ഞയും വാർത്താ വായനയും ദേശീയ ഗാനവും എല്ലാം അടങ്ങുന്ന ഒരു അസംബ്ലി ആയിരിക്കും ഇന്നും. കലാ സാംസ്കാരിക രംഗത്തും ചലച്ചിത്ര സാഹിത്യ രംഗങ്ങളിലുമെല്ലാം പ്രശസ്തിയുടെ പടവുകൾ കയറിയ പലരും ഫാക്ട് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നത് നമുക്ക് ഏവർക്കും ഏറെ അഭിമാനമേകുന്ന ഒരു കാര്യമാണ്. പോലീസ്, പ്രതിരോധ സേന എന്നീ മേഖലകളിലും സ്തുത്യർഹ സേവനം കാഴ്ചവെച്ച് നമ്മുടെ സ്കൂളിൻ്റെ യശസ് ഉയർത്തിയവരും ഇന്നിവിടെ നമ്മോടൊപ്പമുണ്ട്. ഒരു കാലത്ത് ഫാക്ട് ഹൈസ്കൂളിൻ്റെ അഭിമാനമായിരുന്നു നമ്മുടെ ബാൻഡ് ടീം. സ്കൂൾ കലോത്സവങ്ങളിലടക്കം ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയും റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുകയും ചെയ്ത് മെൽവിൽ ഡിസിൽവ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം, അതുപോലെ തന്നെ കായിക രംഗത്തെ ഫാക്ട് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ സംഭാവനകൾ, ഇതൊക്കെ പറയാൻ തുടങ്ങിയാൽ മണിക്കൂറുകൾ തന്നെ വേണ്ടിവരും. അന്താരാഷ്ട്ര മത്സരങ്ങളിലടക്കം മാറ്റുരച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ കീർത്തി വാനോളം ഉയർത്തുന്നതിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ സംഭാവനകൾ എണ്ണിയാലൊടുങ്ങാത്തതാണ്. ഇവരിൽ പലരും ഇന്നിവിടെ നമ്മോടൊപ്പം ഈ അസംബ്ലിയിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെ ഈ പരിപാടിയെ കൂടുതൽ തിളക്കമുള്ളതാക്കുന്നു. സ്മൃതിപർവം എന്ന നമ്മുടെ ഈ മെഗാ ഗെറ്റ് ടുഗദർ പ്രോഗ്രാമിന് നന്ദി കുറിച്ചുകൊണ്ടുള്ള സ്മൃതിപർവം തീം സോങ് നിന്ന് തന്നെ ആകട്ടെ ഈ അസംബ്ലിയുടെ ആരംഭം. ഈ ഗാനത്തിൻ്റെ രചനയും സംഗീതവും ആദ്യ ആലാപനവും എല്ലാം തന്നെ പ്രശസ്തരായ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കളാണ് എന്നത് ഈ ഗാനത്തിന് മാധുര്യം കൂട്ടുന്നു. ശ്രീ വിദ്യാസാഗർ രചനയും ശ്രീമതി സംഗീത വർമ്മ സംഗീതവും നൽകി ശ്രീമതി ലേഖ ആർ നായർ മധുരമായി പാടി നമ്മളിലേക്ക് എത്തിച്ച ഈ സ്മൃതിപർവം തീം സോങ് ഇവിടെ ആലപിക്കുന്നതിനായി ശ്രീമതി സംഗീത വർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ക്ഷണിക്കുന്നു. Bingo.
മനസ്സാ കാലം നമിക്കുന്ന കർമ്മ ചൈതന്യമായി കൺമുന്നിൽ നിൽക്കുന്നതാര് ദക്ഷരക്ഷിമിഴിൽ ഇരമ്പുന്ന സാഗരത്തിരയിൽ നിറയുന്നതാര് പ്രണാമങ്ങളായിരം കാലങ്ങൾ താണ്ടിയും കാലം കടക്കുന്നൊരൂർജപ്രവാഹമേ പ്രണാമങ്ങളായിരം സ്വപ്നങ്ങളിൽ വർണ്ണരശ്മികൾ വീശുന്ന സൗരപ്രകാശമേ രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രതിജ്ഞയാണ്. പ്രതിജ്ഞ ചൊല്ലിത്തരുന്നതിനായി നമ്മുടെ അലുമിനി അംഗവും മുൻ സിറ്റി പോലീസ് കമ്മീഷണറുമായ ശ്രീ വിനോദ് തോമസ് IPS ക്ഷണിക്കുന്നു. എല്ലാവരും കഴിവതും എഴുന്നേറ്റ് നിന്ന് പ്രതിജ്ഞ ഏറ്റുചൊല്ലണമെന്ന് അഭ്യർത്ഥിക്കുന്നു. India is my country. All Indians are my brothers and sisters. I love my country and I am proud of its rich and varied heritage. I shall always strive to be worthy of it. I shall give my parents, teachers and all elders respect and treat everyone with courtesy. To my country and my people, I pledge my devotion. In their well-being and prosperity alone lies my happiness. Thank you. അസംബ്ലി തുടങ്ങുന്നത് തന്നെ നമ്മുടെ സ്കൂൾ ഗീതത്തോടു കൂടിയായിരുന്നു. മധുരമായ തീം സോങ് പാടിയ അതേ ഗ്രൂപ്പ് തന്നെ ഇന്നിവിടെ സ്കൂൾ ഗീതവും ആലപിക്കുന്നതാണ്. നമ്മുടെ അമോഘമുഷ്ടികളിൽ നമ്മുടെ പവിത്ര രക്തത്തിൽ ന്യായത്തിൻ മണിദീപം നമ്മിൽ ഉണർത്തും ചൈതന്യം സ്നേഹത്താൽ ഗുരുഭൂത നമ്മളിൽ വീശും വിശ്വാസം നമുക്കു നൽകും ആവേശത്താൽ കൺമോസുതരായി നാം പ്രതിജ്ഞ ചെയ്യൂ ഇന്ത്യയ്ക്കായി നാം ഒഴിഞ്ഞുവയ്പൂ ജീവൻ ഒഴിഞ്ഞുവയ്പൂ ജീവൻ ഒരു സംസ്കൃതിയുടെ നെയ്ത്തിരിയിൽ നിന്നു കൊളുത്തിയ ബന്ധങ്ങൾ ഒരേ വികാര വിമോഹനം ഒളിവിന്നീടും കൊടികൾ ഉയർത്തിടുന്നു നമ്മൾ അജയ്യരാകും നമ്മൾ അജയ്യരാകും നമ്മൾ. പത്രങ്ങളാണ് നമ്മുടെ ഒരു ദിനത്തിന് തുടക്കം കുറിക്കുന്നത്. വാർത്തകൾ വായിക്കുന്നത് 1972 ബാച്ചിലെ ശ്രീ പൈലി ബേബി PX. വാർത്ത വായിക്കുന്നത് പൈലി ബേബി, സ്റ്റാൻഡേർഡ് 10I 1972 ബാച്ച്. അന്താരാഷ്ട്ര വാർത്തകൾ. ഗാസ യുദ്ധം കൂട്ടക്കുരുതിക്ക് ആയുധം നൽകില്ലെന്ന് US അതൃപ്തി പരസ്യമാക്കുന്നത് ഇതാദ്യം. ഗാസ റഫായിലെ ഇസ്രായേൽ ആക്രമണത്തിൽ സഖ്യരാഷ്ട്രമായ US കടുത്ത അസംതൃപ്തി പരസ്യമാക്കി. റഫായിലെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കാനായി ഇസ്രായേൽ ആയുധം നൽകിയില്ലെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ബോംബുകൾ നൽകുന്നത് നിർത്തിവെച്ചതിനും പിന്നാലെയാണ് ആയുധ സഹായം കാര്യമായി വെട്ടിക്കുറയ്ക്കാൻ US ആലോചിക്കുന്നത്. 5ാം തവണ അധികാരമേറ്റ് റഷ്യ അടക്കി പുടിൻ 2036 വരെ തുടരാൻ വകുപ്പ്. മോസ്കോ. 4 നൂറ്റാണ്ടായി പ്രധാനമന്ത്രിയായും പ്രസിഡന്റായും മാറി മാറി റഷ്യ അടക്കി ഭരിക്കുന്ന വ്ളാഡിമിർ പുടിൻ വീണ്ടും അധികാരമേറ്റു. പ്രസിഡന്റായുള്ള സത്യപ്രതിജ്ഞയും ചടങ്ങുകളും സർക്കാർ ആസ്ഥാനമായ ക്രെംലിനിൽ നടന്നു. തിരഞ്ഞെടുപ്പിൽ സുതാര്യതയില്ലെന്നാരോപിച്ച് USഉം UKയും കാനഡയും പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളും പ്രതിനിധിയെ അയച്ചില്ല. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ 7 ജീവനക്കാരെ കൂടി മോചിപ്പിച്ചു. കപ്പലിൽ 3 മലയാളികളടക്കം 17 പേര് കൂടി. ന്യൂഡൽഹി. ഇറാൻ പിടിച്ചെടുത്ത MSC ഏരീസ് കപ്പലിലെ 5 ഇന്ത്യക്കാരുൾപ്പെടെ
7 പേർക്ക് കൂടി മോചനം. വൈകുന്നേരത്തോടെ ഇവർ ഇൻവാനിൽ നിന്ന് പുറപ്പെടും. മോചന വാർത്ത ഇറാനിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. ഇന്ത്യക്ക് പുറമെ ഓരോ ഫിലിപ്പീൻസ്, എസ്തോണിയ സ്വദേശികളെയാണ് മോചിപ്പിച്ചത്. അതേസമയം കപ്പലിൽ 17 പേരെ ഇപ്പോഴും ബന്ദികളാക്കിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ഹാപ്പിയായ ജീവി, മനുഷ്യരെ പേടിയില്ല, എപ്പോഴും ചിരി. ലോകത്തിലെ ഏറ്റവും ഹാപ്പിയായ ജീവി, എപ്പോഴും ചിരിച്ച മുഖം. ഓസ്ട്രേലിയയിലെ ക്വക്ക എന്ന ജീവിയാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. ക്വക്ക ഹാപ്പിയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവയുടെ വായയുടെ പ്രത്യേകത കാരണം ഇവയ്ക്ക് എപ്പോഴും ചിരിച്ച മുഖമാണ്. ഒരു പൂച്ചയുടേത് അത്ര വലിപ്പമേ വരൂ. ദേശീയ വാർത്തകൾ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേജ്രിവാളിന് സുപ്രീം കോടതിയുടെ ഇടക്കാല ജാമ്യം. AAPക്ക് വലിയ ആശ്വാസം. ന്യൂഡൽഹി മദ്യനയ അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിഞ്ഞിരുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിന് ജൂൺ 1 വരെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. മുഖ്യമന്ത്രി എന്ന നിലയിൽ ചുമതലയേറ്റ് നിർവഹിക്കരുതെന്ന് ഉപാധിയോടെയാണ് ജാമ്യം. തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നതിനിടെ പാർട്ടി നേതാവെന്ന പരിഗണനയിൽ ജാമ്യവും നൽകിയിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏകീകൃത അക്കാദമിക കലണ്ടർ, സേവനാവകാശ പത്രിക, ഹെൽപ്പ് ഡെസ്കുകൾ എന്നിവ നടപ്പാക്കാനുള്ള ഒരുങ്ങി സർക്കാർ. പരീക്ഷയും ഫലപ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും മറ്റും സേവന അവകാശങ്ങളും സർവകലാശാലയുടെ വ്യത്യാസമില്ലാതെ കൃത്യമായ സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് ഇതിലൂടെ ഉറപ്പാക്കുന്നു. +2 വിജയം 78.69%. ഇത്തവണ +2വിന് രേഖപ്പെടുത്തിയത് 10 വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിജയ ശതമാനം. കഴിഞ്ഞ വർഷം 82.95% ആയിരുന്നു. ഓസ്ട്രേലിയ വിസ ബാങ്ക് നിക്ഷേപം 16,028 ലക്ഷം വേണം എന്ന നിബന്ധന. ഓസ്ട്രേലിയൻ സ്റ്റുഡൻസ് വിസ ലഭിക്കുവാനുള്ള ബാങ്ക് നിക്ഷേപത്തിൻ്റെ വർധന. രാജ്യാന്തര വിദ്യാർത്ഥികൾ ഇനി മുതൽ 29,710 ഓസ്ട്രേലിയൻ ഡോളർ, ഏകദേശം 16.28 ലക്ഷം രൂപ ബാങ്ക് നിക്ഷേപത്തിൻ്റെ രേഖകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. നായ്ക്കളെ പെയിൻ്റ് അടിച്ച് പാണ്ടകളാക്കി സന്ദർശകരെ പറ്റിച്ച് ചൈനയിലെ ഒരു മൃഗശാല. ചൈനയിലെ ഒരു മൃഗശാലയിൽ ഇത്രയും കാലം പാണ്ടകളെന്ന് സഞ്ചാരികളെ കാണിച്ചത് നായകളെ. മെയ് 1 ജിയാൻസു പ്രവിശ്യയിലുള്ള തായ്ജു മൃഗശാലയിൽ ഇത്രയും കാലം കണ്ട പാണ്ടകളെന്ന് കാര്യം പുറത്തു വന്നത്. ചൗ ചൗ ഇനത്തിൽപ്പെട്ട നായകളുടെ രോമം വെട്ടിക്കളഞ്ഞ് കറുപ്പും വെള്ളയും അടിച്ച് നിറമടിക്കുകയായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ കനത്ത മഴ പെയ്തതിന് പിന്നാലെ മരുഭൂമിയെയും ഹരിതവർണ്ണം ആഭമാക്കി. പുല്ലുപോലും മുളക്കിയില്ലെന്ന് പറഞ്ഞ താരങ്ങളിലെല്ലാം ഇപ്പോൾ പൂക്കൾ വരെ കാണാം. കേരളം മരുഭൂമിയായും ഗൾഫ് കേരളമായും മാറുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നതെന്ന് ചിലർ പറയുന്നു. പുരപ്പുറം തൂക്കുമോ KCB. തിരുവനന്തപുരം പുരപ്പുറ സൗരോർജ്ജ പദ്ധതി നടപ്പാക്കുന്നവർക്ക് ഈ മാസം ഉയർന്ന വൈദ്യുതി ബിൽ വന്നതോടെ വിശദീകരണവുമായി KCB. സോളാർ ബിൽ സെറ്റിൽമെൻറ്റ് സെപ്റ്റംബറിൽ നിന്ന് മാർച്ചിലേക്ക് മാറ്റിയതാണ് ഉപഭോക്താക്കൾക്ക് വൻ തിരിച്ചടിയായത്. എല്ലാവർക്കും നമസ്കാരം. സ്മൃതിപർവം പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് അടുത്തത്. നിലവിളക്ക് കൊളുത്തി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുന്നു.
സ്മൃതിപർവം എന്ന പരിപാടിയുടെ നമ്മൾ ഒരുപാട് കാത്തിരുന്ന ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നടന്നിരിക്കുന്നു. ഈ പരിപാടിയുടെ ലൈവ് സ്ട്രീമിംഗ് യൂട്യൂബിലും ഫേസ്ബുക്കിലുമെല്ലാം, നമ്മുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലുമെല്ലാം ലൈവ് സ്ട്രീമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിയാതിരിക്കുന്നവർക്കും വ്യക്തിപരമായ കാരണങ്ങളാൽ പലരും എത്താത്തവരുണ്ട്, അതുപോലെ തന്നെ ദൂരദേശങ്ങളിലിരിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം തന്നെ നമ്മോടൊപ്പം ഈ പരിപാടി ലൈവ് സ്ട്രീമിങ്ങിലൂടെ കാണാവുന്നതാണ്. നമ്മുടെ പരിപാടിയുടെ ലിങ്ക് സ്മൃതിപർവം ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാവുന്നതാണ്. നമുക്കെന്നും താങ്ങും തണലുമായി നിന്ന് നമ്മെ സ്നേഹിച്ചും ശാസിച്ചും നല്ല പാഠം ഓതിത്തന്നും മുന്നോട്ടുള്ള ജീവിതം സാർത്ഥകമാക്കുന്നതിന് അടിത്തറയിട്ട് തന്ന നമ്മുടെ അധ്യാപകരിൽ കുറച്ചുപേർ നമ്മെ അനുഗ്രഹിക്കുന്നതിനായി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അനുഗ്രഹ പ്രഭാഷണത്തിനായി ഫാക്ട് സ്കൂൾ ടീച്ചർ ഫ്രട്ടേണിറ്റിയിലെ മുതിർന്ന അംഗമായ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാസാഗരൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒരുപാട് കാലം കൂടിയിട്ട് നമ്മളെല്ലാവരും വീണ്ടും ഒരു ദിവസം ഇവിടെ ഒന്നിച്ചേർന്നിരിക്കുകയാണ്. പുറത്ത് ചൂടൊക്കെ ആണെങ്കിലും ഇവിടെ വളരെ സന്തോഷത്തിൻ്റെ കുളിർമയായിരിക്കും. ഒരു സീരിയസ് ആയിട്ട് കാര്യങ്ങളൊന്നും ഞാൻ പറയണമെന്ന് ആലോചിക്കുന്നില്ല. അപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതുപോലൊരു കെട്ടിടമൊന്നുമില്ല. ഒരു സ്കൂളോ ഹൈസ്കൂളോ എന്നൊക്കെ പറഞ്ഞാൽ ഒരൊറ്റ ഹാളാണ്. അതിൻ്റെ ഒരറ്റത്ത് 2 മുറി ഉണ്ടാവും, ഹെഡ് മാസ്റ്റർക്കും സാറുമാർക്കും ഇരിക്കാനുള്ളത്. ഇടയ്ക്ക് മുഴുവൻ മരത്തിൻ്റെ സ്ക്രീനാണ്. ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മറ്റേ ക്ലാസ്സിൽ കേൾക്കാം, അങ്ങനെയുള്ളതായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇതുപോലെ വലിയ സ്കൂളിലൊക്കെ പഠിക്കാനുള്ള സൗകര്യം നിങ്ങൾക്കുണ്ടായി. അപ്പോൾ അതുപോലെ കുട്ടികളുടെ കാര്യത്തിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ഒരു കുട്ടിയുടെ കഥ പറയാം. അത് കേശവദേവിൻ്റെ ഒരു നോവലിലുള്ള കഥാപാത്രമാണ്. സ്കൂളിൽ കുട്ടികളെ കിട്ടാഞ്ഞിട്ട് അധ്യാപകർ വീടുകൾ തോറും കുട്ടികളെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ഒരു വീട്ടിൽ ചെന്നു. അവിടെ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് എല്ലാവരും കൂടി അച്ഛൻ സാറുമാരൊക്കെ കൂടി ഈ കുട്ടിയോട് അച്ഛനോട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ഒടുവിൽ ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, സാറ് വിഷമിക്കണ്ട, ഞാൻ അവനെ സ്കൂളിൽ ചേർക്കാം, അത്രയും സമയം വീട്ടിൽ അവൻ്റെ ശല്യം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞതാണ്. അതുപോലെ ഒരു അധ്യാപകൻ്റെ കഥയുണ്ട്. കാരൂർ എന്നൊരു കഥാകാരനുണ്ടായിരുന്നു. നിങ്ങളിൽ എത്ര പേരത് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. കേരളത്തിലെ ഏറ്റവും വലിയ കഥാകാരന്മാരുള്ളവരായിരുന്നു. ആ കാലത്ത് ഗ്രാമപ്രദേശങ്ങളിൽ സ്കൂളുകളുണ്ടാവും. അവിടെ വന്ന ആളുകൾക്ക് ടീച്ചേഴ്സിന് താമസിക്കാൻ സൗകര്യമൊന്നും ഉണ്ടാവില്ല. താമസിക്കാനുള്ള ലോഡ്ജസോ ഒരു ചായക്കട പോലും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ എത്തുന്ന അധ്യാപകരെ ആ പ്രദേശത്തെ വളരെ ധനാഢ്യന്മാരായ ആരെങ്കിലും ക്ഷണിച്ചുകൊണ്ട് വീട്ടിൽ താമസിപ്പിക്കും. അത് അവർക്കും ഒരു വലിയ ബഹുമാനമായിട്ട് അവർ കണക്കാക്കും. അങ്ങനെ ഒരു അധ്യാപകൻ്റെ കഥയാണ്. ഈ അധ്യാപകൻ്റെ താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥൻ ഗിരിനാഥൻ വളരെ പ്രതാപിയാണ്. ആ പ്രദേശത്തെ വലിയ പ്രമാണിയാണ്. അദ്ദേഹം രാത്രി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രി വളരെ വൈകിട്ടാണ് വീട്ടിൽ വരിക. ചൂട്ട് കത്തിച്ചുകൊണ്ടാണ് വരിക. നിങ്ങൾ ചൂട്ട് കണ്ടിട്ടുണ്ടെന്നറിയില്ല, ടോർച്ചൊന്നും ഇല്ലാന്ന്. ഓല കൊണ്ടുള്ള ചൂട്ട് കത്തിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോകും. അദ്ദേഹം വീട്ടിൽ വന്നാൽ ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദിവസവും അങ്ങനെ ചോദിക്കും. ഭാര്യയോട് ചോദിക്കും. തനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ബഹുമാനമുള്ള 2 കാര്യങ്ങളെ പറ്റിയാണ് ചോദിക്കുന്നത്. ചോദ്യം ഇതാണ്: സാറിനും പട്ടിക്കും ചോറ് കൊടുത്തോ എന്നാണ്. ഇങ്ങനെയാണ് ആ ചോദ്യം. കാര്യവരത് വളരെ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ആ കാലങ്ങളൊക്കെ മാറി. നമ്മുടെയൊക്കെ കഥകൾ ഓരോർക്കും അറിയാം. ഇന്നിവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു. വളരെ സന്തോഷം. വളരെ നന്ദി സർ.
അധ്യക്ഷ പ്രസംഗത്തിനായി അലൂമിനി അസോസിയേഷൻ പ്രസിഡന്റും മുൻ MP-യും GCDAയുടെ ഇപ്പോഴത്തെ ചെയർമാനുമായ ശ്രീ K. ചന്ദ്രൻപിള്ളയെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ അധ്യാപകർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾ, മറ്റ് സുഹൃത്തുക്കൾ, നീണ്ട ഒരു അധ്യക്ഷ പ്രസംഗത്തിൻ്റെ യാതൊരു സാങ്കത്യവുമില്ല. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് നമ്മുടെ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം നല്ല നിലയിൽ നടത്തണമെന്നുള്ളത്. ഇവിടെ വന്നിട്ടുള്ള ആളുകൾ പരസ്പരം ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ട് സൗഹൃദം പങ്കുവയ്ക്കാനും പഴയ കാലത്തിൻ്റെ സന്ദർഭങ്ങളെ ഓർത്തെടുക്കാനും കാത്തിരിക്കുന്നവരാണ്. FSCT എന്ന മഹത്തായ സ്ഥാപനം അത് വ്യവസായങ്ങളുടെ ഒരു സർവകലാശാലയാണ്. അതിൻ്റെ സംഭാവനയാണ് ഈ സ്കൂൾ. പക്ഷേ ഒരു സാധാരണ സ്കൂളിനപ്പുറത്തേക്കുള്ള അപൂർവത ഇതിനെ സമ്മാനിച്ചതിൻ്റെ പുറകിൽ എക്കാലത്തും നമുക്ക് അഭിമാനിക്കാവുന്ന ദീർഘവീക്ഷണത്തിൻ്റെ ഉടമയായ കേരളത്തിൻ്റെ വ്യവസായ വികസനത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ശ്രീ MKK നായരുടെ ഒരു കാഴ്ചപ്പാടാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു വിദ്യാലയമെന്ന നിലയിൽ ഈ സമൂഹത്തിന് ആഗോളതലത്തിൽ നാം ചെയ്തിട്ടുള്ള സംഭാവനകൾ വളരെ വാചാലവും ഇന്നും സജീവവുമാണ്. അതിൻ്റെ എല്ലാം പിൻപറ്റിക്കൊണ്ടാണ് നമ്മളിൽ ഒരുപാട് പേർ എത്തിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് പേർ എത്തിച്ചേരാനുണ്ട്. 2 ദിവസത്തെ പരിപാടി വിജയകരമായി നടത്തുന്നതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്. ആളുകൾ എത്തി തുടങ്ങുന്നതേയുള്ളൂ. കാലാവസ്ഥ കഠിനമായ ചൂടിൻ്റേതാണ്. നല്ല നിലയിൽ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സഹകരണത്തിനാണ് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ നമുക്ക് ഇനിയും പറയാൻ സന്ദർഭം കിട്ടും. എല്ലാം ഞാൻ പറയണമെന്നില്ല, മറ്റാളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ എത്തി നിങ്ങൾക്കൊപ്പം ഇതിൽ പങ്കുചേരാനും ഈ സന്തോഷത്തിൽ പങ്കെടുക്കാനും കഴിയുന്നതിലുള്ള അത്യധികമായ കൃതാർത്ഥത പങ്കുവച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ. ആശീർവാദ സന്ദേശം നൽകുന്നതിനായി അധ്യാപക സംഘടനയുടെ പ്രസിഡന്റായ നമ്മുടെ D. ഗോപിനാഥൻ നായർ സാറിനെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമിരിക്കുന്ന പ്രിയമുള്ളവർ, ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ കാലം തെളിഞ്ഞു വരികയാണ്. FSCTയുടെ കീഴിലുണ്ടായിരുന്ന 4 വിദ്യാലയങ്ങൾ, ഉദ്യോഗമണ്ഡൽ സ്കൂൾ ഉൾപ്പെടെ 4 സ്കൂളുകളിൽ ഏതാണ്ട് 2 ദശാബ്ദക്കാലം കുട്ടികളെ ഇതുപോലുള്ള സ്റ്റേജുകളിൽ നിന്നുകൊണ്ട് അഭിസംബോധന ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയല്ല, FSCT സ്കൂളിലെ ഏക വ്യക്തി ഞാനായിരുന്നു എന്ന കാര്യത്തിൽ കൂടുതൽ എനിക്ക് അഭിമാനം തോന്നുകയാണ്. ഇവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് സന്തോഷവും സന്താപവുമുണ്ട്. കാരണം അടുത്ത കൊല്ലം ഇതുപോലെ നമ്മളിതിൻ്റെ വാർഷികം നടത്തുമ്പോൾ ഈ വിദ്യാലയമായിരിക്കുമോ ഏതെങ്കിലും വ്യവസായ സ്ഥാപനമായിരിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. അതാണ് എൻ്റെ സന്താപത്തിൻ്റെ കാരണം. കാലഘട്ടം ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മളുടെ നിയന്ത്രണത്തിലുള്ളതല്ല. 2004 ഈ സ്കൂളുകളെല്ലാം കച്ചവടം ചെയ്യുമ്പോൾ FSCT ഹൈസ്കൂൾ അതിൻ്റെ തൊട്ട് മുമ്പ് വരെ 2-3 മാസങ്ങൾക്ക് മുമ്പ് വരെ ഇതിൻ്റെ സാരഥ്യം വഹിച്ചിരുന്ന എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, പ്രശസ്തിയുടെ ഉത്തുംഗ ഗോപുരത്തിൽ നിൽക്കുന്ന കാലത്താണ് ഈ സ്കൂൾ വിൽക്കാൻ FSCT തീരുമാനിച്ചത്. SSLCക്ക് 100% വിജയമെന്ന മാത്രമല്ല 210 മാർക്കിൽ ജയിക്കുന്ന കുട്ടികളായിരുന്നില്ല അന്നുണ്ടായിരുന്നത്.
ഡിസ്റ്റിങ്ഷൻ അടുത്ത മാർക്കുള്ള എല്ലാ കുട്ടികളുമുള്ള ഒരു സ്ഥാപനം. SLC പരീക്ഷയിൽ റാങ്ക് ഹോൾഡേഴ്സ്, നാഷണൽ ചിൽഡ്രൻസ് സയൻസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്ന കുട്ടികൾ, ദേശീയ ഗെയിംസിൽ പങ്കെടുക്കുന്നവർ, യുവജനോത്സവങ്ങളിൽ തുടർച്ചയായിട്ട് കലാപ്രതിഭയായി മാറുന്ന കുട്ടികൾ, ഇതെല്ലാമുള്ള ഒരു സ്ഥാപനം. അതിൻ്റെ പ്രശസ്തിയുടെയും പാരമ്പര്യത്തിൻ്റെയും പാരമ്യത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് FACT നഷ്ടത്തിലായതിൻ്റെ പേരിൽ സ്കൂളുകളും ആശുപത്രിയും പാട്ടത്തിന് ആദ്യം കൊടുത്തു, ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് ലാഭത്തിലായോ? അതിനുശേഷമുള്ള 15 വർഷക്കാലവും FACT നഷ്ടത്തിൽ തന്നെയായിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷം ആയിട്ട് ലാഭത്തിലാണ്. കാരണം FACTയുടെ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളാണ് ലാഭവും നഷ്ടവും തീരുമാനിക്കുന്നത്. അതിൽ FACTയുടെ തൊഴിലാളിക്ക് പങ്കില്ല. തൊഴിലാളി അന്ന് ചെയ്യുന്ന ജോലി തന്നെ ഇന്നും ചെയ്യുന്നു, മറ്റാർക്കും പങ്കില്ല. അങ്ങനെയുള്ള ഋജുബുദ്ധികളായ ചില ആൾക്കാരുടെ നിർദ്ദേശാനുസരണം അതിൻ്റെ ഫലമാണ്, അതിൻ്റെ തിക്തഫലമാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം. MKK നായർ എന്ന് പറയുന്ന മഹാമനുഷ്യ, മഹാൻ ക്രാന്തദർശിയായ അദ്ദേഹം സ്ഥാപിച്ച ഈ വിദ്യാലയം ഇല്ലാതായത്. MKK നായർക്ക് പോലും ശേഷസായി ബ്രദേഴ്സ് ഈ കമ്പനികൾ തുടങ്ങിയ അന്നത്തെ കുത്തക വ്യവസായിയായിരുന്ന ശേഷസായി പോലും നമ്മുടെ ടൗൺഷിപ്പിൻ്റെ നടുക്ക് പ്രൈമറി സ്കൂൾ സ്ഥാപിച്ചിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ഭരണാധികാരികൾ അന്നുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. മാത്രവുമല്ല ഇപ്പം അതിനുള്ള ഒരു വേദിയല്ല. എങ്കിലും 1-2 കാര്യങ്ങൾ പറയാതിരിക്കാനൊക്കെ ഇല്ല. 2004 തുടങ്ങിയ കാര്യം 2024 പൂർത്തീകരിച്ചു. 20 വർഷക്കാലം എടുത്തു. ആ 20 വർഷക്കാലം നിലനിന്നതിൻ്റെ കാരണം നിങ്ങൾ ആണ്, നിങ്ങളുടെ സംഭാവനകളാണ്. നിങ്ങളുടെ മാത്രമല്ല, ഞാനും എൻ്റെ ഭാര്യയും K. ചന്ദ്രൻപിള്ള തുടങ്ങിയ ആളുകളും ഞങ്ങൾ 50,000 രൂപ ഇത് നിലനിൽക്കാൻ വേണ്ടി സംഭാവന ചെയ്തു. അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു, നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്. പക്ഷേ അതുകൊണ്ട് 20 കൊല്ലം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന മട്ടിൽ ഈ സ്ഥാപനങ്ങൾ പോയി. എന്തായാലും MKK പോലുള്ള ഒരു മഹാൻ വീണ്ടും വരുന്ന കാലത്ത് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് ആശിക്കാം, ആഗ്രഹിക്കാം. ഇവിടെ എന്തായാലും എനിക്ക് ഇതിന് നേതൃത്വം കൊടുത്ത ചന്ദ്രൻപിള്ള, സേതു, KN ഗോപിനാഥ്, അനിരുദ്ധൻ, ഒരുപിടി ആളുകളുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. അവരുടെ അഹോരാത്രം നിരന്തരമായ മാസങ്ങളോളം എടുത്ത പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മളിവിടെ ഇന്ന് വന്നു കൂടിയത്. ഇത് നിങ്ങൾ നിലനിർത്തണം എന്നുള്ളതാണ്. ഇതിന് ഇപ്പോൾ വന്നവർ കൂടാതെ ഇനിയൊരു തലമുറ വരാനുണ്ട്, ഇനിയൊരു തലമുറ കൂടി ഇവിടെ വരാനുണ്ട്. നിങ്ങൾക്ക് ശേഷമുള്ളവർ, അവർ കൂടുതൽ പേരും അവരിപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു പ്രായം കഴിഞ്ഞ് പഴയ കാര്യങ്ങൾ ഓർക്കുന്നതുകൊണ്ടാണ് ഇപ്പം നിങ്ങളൊക്കെ കൂടിയിരിക്കുന്നത്. പക്ഷെ കുറേ കൂടെ ചെറുപ്പമുള്ള ആയിരക്കണക്കിന് പേര് ഇനി ഇവിടെ എത്താനുണ്ട്. ഭാവിയിൽ അവരത് കൈകാര്യം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ കൊളുത്തിയ ഈ ദീപം ഒരു കാലത്തും കെടാതെ സൂക്ഷിക്കേണ്ട ചുമതല ഈ കൂട്ടായ്മയ്ക്കുണ്ട്. ഈ കൂട്ടായ്മ മൂലം വിദ്യാലയം ഇല്ലെങ്കിലും ജന്മദേശമില്ലാത്ത ഒരു വിഭാഗം ആളുകൾ ഈ ലോകത്തുണ്ട്. അതുപോലെ നമുക്ക് ജന്മദേശമില്ലെങ്കിലും നമ്മൾ പഠിച്ച വിദ്യാലയം ഇല്ലെങ്കിലും നമുക്ക് ഒത്തുകൂടാനുള്ള വേദി ഇനിയും ഉണ്ടാക്കാൻ സാധിക്കും. ഈ കൂട്ടായ്മ നിലനിർത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പ്രൊഫഷൻ എന്നെ അധ്യാപകനാക്കിയത് ഈ വിദ്യാലയമാണ്. കാരണം ഇവിടെ വെച്ച് നടന്ന റിട്ടേൺ പരീക്ഷയിലാണ്, അതിൽ കൂടാണ് ഞാനിവിടെ അധ്യാപകനാകുന്നത്. അന്ന് ഈ സ്കൂൾ കണ്ടപ്പോഴുണ്ടായ വിദ്യാസാഗരൻ സാർ സൂചിപ്പിച്ചതുപോലെ ഇത്ര മനോഹരമായ ഒരു വിദ്യാലയം 1963 ഒക്ടോബറിലാണ് ഈ കെട്ടിടം പൂർത്തിയായി. 64 ജൂണിലോ ജൂലൈയിലോ ആണ് ഇവിടെ ക്ലാസ് ആരംഭിക്കുന്നത്. ഈ വിദ്യാലയം കണ്ടപ്പോൾ അധ്യാപകനാകണമെന്ന് എനിക്ക് തോന്നി. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ചെയ്യേണ്ട ആളാണ്. രണ്ടും ഒരേ സമയത്തായിരുന്നു. അപ്പം എന്നെ അധ്യാപകനാക്കി മാറ്റിയത് ഈ വിദ്യാലയമാണ്. ഇതിനോടുള്ള സ്നേഹവും കടപ്പാടും ഒക്കെ വളരെ 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 വലുതാണ്. അത് സൂചിപ്പിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ ആശംസകളും ഇവിടെ എത്തിച്ചേർന്ന
വളരെ ത്യാഗങ്ങൾ സഹിച്ചിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സർ. അടുത്തതായി ഗുരുക്കന്മാരുടെ ആശംസാ സന്ദേശങ്ങളാണ്. ചൂടിൻ്റെ കാഠിന്യം കണക്കിലെടുത്ത് പരിപാടി കൂടുതൽ ദീർഘിപ്പിക്കുന്നത് ഉചിതമല്ല എന്നതുകൊണ്ട് 4 അധ്യാപകരായിരിക്കും നമ്മളോട് സംസാരിക്കുക എന്നാണ് അറിഞ്ഞത്. അതുപ്രകാരം 2 ടീച്ചേഴ്സും കൂടി ഇനി നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. ഓരോരുത്തർക്കും 3 മിനിറ്റ് മാത്രം സംസാരിക്കാനുള്ള സമയമേ നമ്മുടെ പക്കലുള്ളൂ എന്നത് വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും അറിയിച്ചുകൊള്ളുന്നു. നിങ്ങൾ ഗുരുക്കന്മാർ തന്നെ പറഞ്ഞു പഠിപ്പിച്ച സമയനിഷ്ഠ എന്ന പ്രധാന പാഠം അതിൻ്റെ മുഴുവൻ വ്യാപ്തിയിലും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു തീരുമാനമെടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരായത്. ആദ്യം ആശംസ അർപ്പിക്കുന്നതിനായി ഗീത ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹൃദയരായ സ്നേഹിതരെ, എല്ലാവർക്കും നമസ്കാരം. വർഷങ്ങൾക്ക് മുൻപ് ദീർഘവീക്ഷണത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ഒരു കലാലയം എന്ന ആശയം സാഫല്യമാക്കിയ നമ്മുടെ ഫാക്ട് ഹൈസ്കൂളിൻ്റെ സ്ഥാപകനും പേട്രനും FACTയുടെ മുൻ CMDയുമായിരുന്ന യശശരീരനായ MKK നായർ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളിൽ പലരും നമ്മെ വിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. അതുപോലെ പല അധ്യാപകരും നമ്മെ വിട്ടു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ഓർമ്മയ്ക്ക് മുൻപിൽ നമസ്കാരം. ഏതാണ്ട് ഒരു 6-7 മാസങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു സംഗമം നടത്താൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. പക്ഷേ ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഏതാണ്ട് 60 വർഷങ്ങൾക്ക് മുൻപ് മുതൽ മുന്നോട്ടുള്ള ഒരു തിരിച്ചുപോക്കാണ് നാം ഇവിടെ കാണുന്നത്. നമുക്ക് ഏവർക്കും സ്കൂൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കലാലയ വിദ്യാഭ്യാസം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. കാരണം ഇവിടെ വെച്ചാണ് നമ്മുടെ ജീവിതത്തിലെ പല മാറ്റങ്ങളും വഴിത്തിരിവുകളുമൊക്കെ ഉണ്ടാകുന്നത്. ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ ഈ യൂണിഫോമിൽ നീലയും വെള്ളയും ഒക്കെ യൂണിഫോമിൽ വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ സത്യം പറയാമെങ്കിൽ എനിക്ക് ആ പഴയ സ്കൂൾ ക്ലാസ്സിൽ നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന ആ ഒരു ഓർമ്മ വരികയാണ്. ഇപ്പം നിങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ കൊച്ചു കുട്ടികളായിട്ടുള്ളൊരു തോന്നലാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഏതായാലും നമ്മുടെ ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചു പോകാനുള്ള നമ്മുടെ ആഗ്രഹത്തിൻ്റെ ഉദാഹരണമാണ് ഇന്നിവിടെ നടന്ന സ്കൂൾ അസംബ്ലിയും ഈ യൂണിഫോമിൽ നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നതും. സ്കൂൾ വിദ്യാഭ്യാസത്തിലെ ഈ അലുമിനി അസോസിയേഷൻ നിങ്ങളുടെ കൂട്ടുകാരെയും നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെയും ഒന്ന് കണ്ട് പരിചയപ്പെടുന്നതിനും ആ ഓർമ്മകൾ പുതുക്കുന്നതിനുമുള്ളൊരു അവസരമായി കാണുകയാണ്. ഏതായാലും ഈ മഹാസംഗമം, സ്മൃതിപർവം എന്ന ഈ സംഗമം സുവർണ ലിപികളാൽ ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു സംഭവമായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ഈ സ്കൂളിൽ നിരവധി പ്രതിഭാധനന്മാരായ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ നിന്നും പഠിച്ചിട്ടുണ്ട്. പാഠ്യവിഷയങ്ങൾ കൂടാതെ കല, സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രാഗൽഭ്യമുള്ള ധാരാളം വിദ്യാർത്ഥികൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. തീർച്ചയായും ഒരു കാലത്ത് നമ്മുടെ FACT സ്കൂള് കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്കൂളുകളിൽ, ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നായി മാറിയിരുന്നു. പക്ഷേ നമുക്കറിയാം ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ പരിതാപകരമായ അവസ്ഥ. തീർച്ചയായിട്ടും
പഴയ പ്രതാപത്തിലേക്ക് പോകണമെന്നുള്ളൊരു ആഗ്രഹം നമുക്കെല്ലാവർക്കും, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുണ്ട്. തീർച്ചയായിട്ടും ഫാക്ട് മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്ന് അതിനുള്ള നടപടി ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. നമ്മുടെ ഈ സ്കൂളിൽ പഠിച്ചുപോയ നിരവധി വിദ്യാർത്ഥികൾ അവരൊക്കെ ഇപ്പോൾ വലുതായി. ഞാൻ എറണാകുളത്തോ ഏലൂരോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ എനിക്ക് അവരെ അറിയില്ല. അവരെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ഗീത ടീച്ചറല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്കത് അവരാണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളായിട്ട് നിങ്ങളെ കൊച്ചുകുട്ടികളായിട്ട് ചെറിയ നിക്കറും അല്ലെങ്കിൽ പാൻറ്റും പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് പഠിപ്പിച്ച കുട്ടികൾ വലുതായി കഴിയുമ്പോൾ ഓർക്കില്ല. വളരെ വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന് പോലും തിരക്കേറിയ ജീവിതത്തിനിടയിൽ സമയം കണ്ടെത്തി ഇവിടെ ഈ സംഗമത്തിൽ പങ്കെടുത്ത് ഇതിനെ ധന്യമാക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. ഈ സ്മൃതിപർവം എന്ന മഹാസംഗമത്തിൻ്റെ ഈ സംഗമം നടത്തുന്നതിന് വേണ്ടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നേതൃത്വം നൽകിയ ശ്രീ അനിരുദ്ധൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാഠവും സ്ഥിരോത്സാഹവും അർപ്പണ മനോഭാവവും തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നതാണ്. അതോടൊപ്പം അനിരുദ്ധൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായി ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയ ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വളരെ ഭംഗിയായിട്ട് ഈ സംഗമം നടക്കും എന്നെനിക്ക് തീർച്ചയായിട്ട്. ഈ സംഗമത്തിൽ ഞാൻ അറിഞ്ഞില്ല എൻ്റെ പേരിങ്ങനെ ആശംസയ്ക്ക് വിളിക്കുമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അനിരുദ്ധൻ ഒന്നും എന്നോട് നേരത്തെ പറഞ്ഞുമില്ല. പെട്ടെന്നാണ് ഞാൻ ഇവിടെ സ്റ്റേജിലേക്ക് വരാൻ ഇടയായത്. ഈ വേദിയിൽ ഇവിടെ നിന്നുകൊണ്ട് ഏതാനും വാക്കുകൾ സംസാരിക്കാനുള്ള അവസരം തീർച്ചയായിട്ടും ഒരു ബഹുമതിയായി ഞാൻ കാണുന്നു. കാരണം ഞാൻ വളരെ മുമ്പ് പഠിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ മുമ്പിൽ വീണ്ടും അവരെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചത് തീർച്ചയായിട്ടും എനിക്കൊരു വലിയ ബഹുമതി തന്നെയാണ്. അതിന് അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ സംഘാടകരോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഇന്നും നാളെയുമായി നടക്കാൻ പോകുന്ന ഇവിടുത്തെ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഈ പരിപാടികൾ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ 2 ദിവസവും വളരെ ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. താങ്ക് യു ടീച്ചർ. അടുത്ത ആശംസാ സന്ദേശത്തിനായി ശാരദ ടീച്ചറെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ടാണ് ഇതിൽ 2 വാക്ക് സംസാരിക്കാൻ എന്നോട് പറഞ്ഞത് അതാരാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് 87-ലാണ് ഞാൻ ഈ സ്കൂളിൽ വന്നത്. ഓരോ വർഷം തോറും ഞാൻ ഈ സ്കൂളിന് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനേക്കാളേറെ ഈ വിദ്യാലയം എനിക്ക് സന്തോഷവും സമാധാനവും നൽകിയിട്ടുണ്ട്. ഒരിക്കൽ ഇവിടെ നിന്ന് പോകുമ്പോൾ വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. അതെല്ലാം സ്വാഭാവികമാണ്. എന്നാലും ഈ സ്കൂൾ ഇന്നും എൻ്റെ ഓർമ്മയിൽ ഇതിൻ്റെ ഓരോ മുക്കും മൂലയും ഞങ്ങൾ പോകുന്ന സമയത്ത് ഓരോ ഫോട്ടോ ആയിട്ട് എടുത്തിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഇവിടുത്തെ വിദ്യാർത്ഥികൾ, ഇവിടുത്തെ അധ്യാപകർ, പിന്നെ രക്ഷകർത്താക്കൾ ഇവരെല്ലാവരും ഞങ്ങളെ എപ്പോഴും സഹായിച്ചിട്ടുണ്ട്. 2011 2 വർഷം ഞാനിവിടെ HM ആയിട്ട് ഇരിക്കാൻ താല്പര്യമുണ്ടായിട്ടില്ലെങ്കിലും രാധാകൃഷ്ണൻ സാർ എൻ്റെ കയ്യിൽ താക്കോല് തന്നപ്പോൾ എന്നെ സഹായിച്ചത് ഇവിടുത്തെ സ്റ്റാഫ്, അന്നത്തെ സ്റ്റാഫ്, ടോക്കച്ചിലെ സ്റ്റാഫ്, അവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ അടുത്ത് ഇന്നും പലരും ചോദിക്കും എങ്ങനെയാണ് ഹെഡ് മിസ്ട്രസ്സായിട്ട് വർക്ക് ചെയ്തത്. എൻ്റെ കഴിവല്ല, എൻ്റെ കൂടെ നിന്ന സഹപ്രവർത്തകരുടെ, എൻ്റെ വിദ്യാർത്ഥികളുടെ, രക്ഷകർത്താക്കളുടെ എല്ലാം കഴിവാണ് എനിക്കിവിടെ ആ ജോലി ഒരു തടസ്സവും കൂടാതെ നിർവഹിക്കാൻ കഴിഞ്ഞത്. 2013 പോകുമ്പോഴും ഞാനിത് ചാർജ് കൊടുത്തിട്ടാണ് പോയത്.
5 വർഷം ഇത് പിന്നെയും നിന്നുപോയി. പിന്നെ വീണ്ടും തുടങ്ങിയപ്പോൾ സന്തോഷിച്ചു. വീണ്ടും ഈ സ്കൂൾ വന്നല്ലോ, ഇവിടെ ഇനിയും വരാമല്ലോ എന്ന്. എന്നിനി അറിയില്ല, പക്ഷെ എന്തായാലും ഞാൻ എന്തെല്ലാം സ്കൂളിന് നൽകിയിട്ടുണ്ടോ ഈ സ്റ്റേജിൽ രാത്രി 11 മണി വരെ ഞങ്ങൾ പലപ്പോഴും പല നാടകങ്ങളും പല പരിപാടികളും സംസ്കൃതത്തിൻ്റെതായും മലയാളത്തിൻ്റെയും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരധ്യാപകരും അന്നത്തെ ഹെഡ് മാസ്റ്റർമാരും എല്ലാ സൗകര്യവും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനേക്കാളധികം കുട്ടികളും രക്ഷകർത്താക്കളും ഉണ്ട്. അതെല്ലാം ഓർക്കുമ്പോൾ ഇതിലും വലിയൊരു സന്തോഷം അല്ലെങ്കിൽ സമ്മാനം എനിക്ക് കിട്ടാൻ ഇനി വേറെയില്ല. അതുകൊണ്ട് പിന്നെ ഈ പരിപാടി ഇനിയും നടത്തുമെങ്കിൽ 87 ശേഷമുള്ള അധികം കുട്ടികൾ ഇവിടെ ഇല്ല. 90 തൊട്ടുള്ള ഞാൻ വന്നതിന് ശേഷമുള്ള കുട്ടികളില്ലാത്തതിനാൽ പലരെയും പരിചയമില്ല. അവരെ കൂടി പങ്കെടുപ്പിച്ചാൽ ഇനിയും തുടർന്നു പോകാം. അങ്ങനെയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം സ്മൃതിപർവം പിന്നെയും ഉണ്ടാകും, പിന്നെ എന്തെങ്കിലും അവസാനിക്കുമായിരിക്കും. പക്ഷെ എന്നാലും 90-ന് ശേഷമുള്ള കുട്ടികളും കൂടിയും വളരെയധികം ഉയരത്തിൽ നിൽക്കുന്നവരുണ്ട്. 1-2 പേര് പറയാൻ എനിക്കിപ്പോൾ കഴിയും. ഒന്ന്, ലോകം മുഴുവൻ അറിയുന്ന സഞ്ചാര ഗ്രൂപ്പ് നടത്തുന്ന ഗീതു മോഹൻദാസ്, സൃഷ്ടി എന്ന സഞ്ചാര ഗ്രൂപ്പ്. ഫോട്ടോഗ്രാഫറായ ഇൻ്റർനാഷണൽ ലെവൽ ഫോട്ടോഗ്രാഫറായ രൂപേഷ് അഞ്ചുമന. പിന്നെ അതുപോലെ പ്രഗത്ഭരായ റിസർച്ച് ചെയ്യുന്ന 3-4 പേരുണ്ട്. ഇവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ്. അങ്ങനെയുള്ള കുറേ പേരുണ്ട്. കലാരംഗത്തും കായിക രംഗത്തും സാഹിത്യ രംഗത്തും ശോഭിക്കുന്നവരുണ്ട്. 90-ന് ശേഷമുള്ളവർ എനിക്ക് പരിചയമുള്ളവരാണ്. അവരെയൊന്നും അധികം കാണാനില്ല. അവരെ കൂടി പങ്കെടുപ്പിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ഈ സ്കൂളിൽ തന്നതിനെല്ലാം ഞാൻ ഈ സ്കൂൾ സ്ഥാപിച്ച MKK നായർ സാറിനെ മറക്കാൻ കഴിയില്ലല്ലോ. ആരോടും പരിഭവമില്ലാതെ എന്ന പുസ്തകം വായിച്ചതിന് ശേഷം ഓരോ ദിവസവും അധ്യാപകരായ ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട് MKK നായർ സാറിനെ കുറിച്ച്. പിന്നെ ഈ JNM കഥകളി വിദ്യാലയം ഇതെല്ലാം ഞങ്ങളുടെ ഓർമ്മയിൽ പച്ച പിടിച്ച് കിടക്കുന്നുണ്ട്. സെൻട്രൽ സ്കൂൾ, വെസ്റ്റേൺ സ്കൂൾ, ഈസ്റ്റേൺ സ്കൂൾ ഇതെല്ലാം ഞങ്ങളുടെ ഓർമ്മയിൽ പച്ച പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ കാലം മാറുമ്പോൾ ഓരോന്നും മാറുമെന്ന് ഗോപി സാർ പറയുന്നത് എൻ്റെ അതേ ആശയമായിരുന്നു ഗോപി സാർ പറഞ്ഞത്. അത് ശരിയായിരിക്കാം. എന്തായാലും ഈ പരിപാടി നടത്തിയ എല്ലാവർക്കും ആശംസകൾ. ഇനിയും ഇത് തുടരട്ടെ. നന്ദി. താങ്ക് യു ടീച്ചർ. അലുമിനി അസോസിയേഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭാവി പരിപാടികളെക്കുറിച്ചും അസോസിയേഷൻ സെക്രട്ടറി ശ്രീ അനിരുദ്ധൻ PS ഇപ്പോൾ നമ്മോട് വിശദീകരിക്കുന്നതാണ്. പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ള മിത്രങ്ങളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ഈ അലുമിനി അസോസിയേഷൻ്റെ കുടക്കീഴിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഐക്യത്തോടെ ഒരു ടീം വർക്കായിട്ടാണ് നമ്മുടെ ഈ സ്മൃതിപർവം പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ വിദേശത്തു നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നുമൊക്കെ ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, ആരൊക്കെയാണ് എന്ന് അറിഞ്ഞിട്ടില്ല. നമ്മുടെ പ്രശസ്ത സാഹിത്യകാരനായ ആനന്ദ് നീലകണ്ഠൻ ഉൾപ്പെടെ അവരൊക്കെ ഈ സദസ്സിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ കൗണ്ടറിൽ അങ്ങനെ വരുന്നവർ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് വ്യക്തമായിട്ട് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടുകയും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ച സ്മൃതിപർവം ഗ്രൂപ്പിൽ 1400 പേരുണ്ട്. അപ്പോൾ ഗ്രൂപ്പിലുള്ളവർക്ക് നമ്മുടെ ഈ സംഘടനയുടെയും ഈ പരിപാടികളെ സംബന്ധിച്ചൊക്കെ ഏകദേശം വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ഗ്രൂപ്പിലില്ലാത്ത നിരവധി പേര് ഇന്ന് ഈ ചടങ്ങിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് അലുമിനി അസോസിയേഷൻ എന്ന് പറയുന്ന നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊന്ന് ഏറ്റവും ചുരുക്കി ഒന്ന് പറയുകയാണ്. നമ്മുടെ സംഘടന ഇപ്പോൾ രജിസ്റ്റേർഡ് സംഘടനയാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുണ്ട്. അപ്പോൾ ഈ 2 ദിവസം സ്മൃതിപർവം ഈ പ്രോഗ്രാം കഴിഞ്ഞ് പിരിഞ്ഞു പോവുകയല്ല നമ്മുടെ ഉദ്ദേശം. ഓർമ്മകളുടെ അധ്യായം എന്ന നിലയിൽ അടുത്ത വർഷവും വരും വർഷങ്ങളിലൊക്കെ സ്മൃതിപർവം 2025, 26 അങ്ങനെ പോകും. ഫാക്ട് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം
ഹൈസ്കൂളിൻ്റെ പ്രവർത്തനം ഇനി ഉണ്ടാകുമോ ഇല്ലയോ എന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഈ കൂട്ടായ്മ ഇനി ഉണ്ടാകും. അലുമിനി അസോസിയേഷൻ നിലനിൽക്കും. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ കാരണം, ഇതിന് ശേഷം നമ്മുടെ ഫാക്ട് ഹൈസ്കൂളിൽ പഠിച്ച മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പേരും ഫോട്ടോയും സഹിതം ഒരു ഡയറക്ടറി നമ്മൾ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും പേര്, ഫോട്ടോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കണം എന്ന് പറയാൻ കാരണം. അലൂമിനിയുടെ മെമ്പർഷിപ്പിനെ സംബന്ധിച്ച് താല്പര്യമുള്ളവർ മാത്രം എടുത്താൽ മതി. 100 രൂപ അഡ്മിഷൻ ഫീയും 1000 രൂപ ലൈഫ് മെമ്പർഷിപ്പ് ഫീയും ഉൾപ്പെടെ 1100 രൂപ അലൂമിനി മെമ്പർഷിപ്പിന്. അത് നിങ്ങളുടെ ഇഷ്ടം, താല്പര്യമുണ്ടെങ്കിൽ എടുക്കുക എന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ സ്മരണിക പുറത്തിറക്കും. അതിനുശേഷം ഡയറക്ടറി പുറത്തിറക്കും. നമ്മുടെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അവശത അനുഭവിക്കുന്നവരെ സഹായിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ചില പ്രവർത്തന പദ്ധതികൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടൊരു ഡ്രീം പ്രൊജക്റ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഓൾഡ് ഏജ് ഹോം ക്ലബ്ബ് ഉൾപ്പെടെയുള്ള അതിനുവേണ്ടി സ്ഥലവും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. കരുമാലൂരിനടുത്ത് ഒരു പുഴയുടെ തീരത്ത് 1 ഏക്കറോളം വരുന്ന സ്ഥലം നമ്മൾ ടോക്കൺ കൊടുത്തു കഴിഞ്ഞു. 2 മാസത്തിനകം അതിൻ്റെ അഡ്വാൻസ് കൊടുത്ത് അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഡ്രീം പ്രൊജക്റ്റിലും താല്പര്യമുള്ളവർക്ക് പങ്കുചേരാം. അതിനെ സംബന്ധിച്ച ബ്രോഷർ നമ്മുടെ സ്റ്റാളിൽ കിട്ടുന്നതാണ്. നമ്മുടെ ഒരു ബുക്ക് സ്റ്റാളുണ്ട് അവിടെ. നമ്മുടെ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളും രചിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ പ്രദർശനം അവിടെ നടക്കുന്നുണ്ട്. അത് ഞാനൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇനി ഇതിന് ശേഷം വിദേശത്തു നിന്ന് വന്ന ആളുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പിന്നീട് കേരളത്തിന് പുറത്തുനിന്നുള്ള ആളുകൾ അങ്ങനെ അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ അനുഭവങ്ങൾ, ഓർമ്മകൾ ഷെയർ ചെയ്യുന്ന, അത് പങ്കുവെക്കുന്ന ഒരു പരിപാടിയാണ് ഇതിന് ശേഷം നടക്കാൻ പോകുന്നത്. അതും ഏറ്റവും കുറഞ്ഞ സമയത്തിൽ അനുഭവങ്ങൾ പങ്കുവെക്കണം. അതിന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട മറുപടി തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പാനൽ ഇപ്പോൾ വേദിയിൽ ഉണ്ടാവും. അപ്പോൾ അതിലും എല്ലാവരും പങ്കെടുക്കണം. അതിനുശേഷം നമ്മുടെ അധ്യാപകരൊക്കെ ഉച്ചഭക്ഷണവും കഴിഞ്ഞിട്ടേ പോകാവൂ. സംഘടനയെ സംബന്ധിച്ച് ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ, ഈ ചൂടത്ത് ഞാൻ അധികം സംസാരിക്കുന്നത് മര്യാദയല്ല എന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ഗുരുസമക്ഷം ശിരസ് നമിച്ചും ഓർമ്മകളുടെ ഘോഷയാത്രയ്ക്ക് താലപ്പൊലിയേന്തിയും അസംബ്ലിയുടെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഔപചാരികമായ ആദ്യഘട്ടത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് വന്ദേമാതരം ആലപിക്കുന്നതായിരിക്കും. അടുത്ത ഘട്ടത്തിലെ പരിപാടികളിലൂടെ നമ്മെ നയിക്കുന്നത് എൻ്റെ സുഹൃത്ത് രശ്മിയായിരിക്കും. അലുമിനി ഗായക സംഘത്തെ വന്ദേമാതരത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും മനോഹരമായൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി. എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ നന്നായിരുന്നു.
വരങ്ങൾ